ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ എടുക്കാറായില്ലേ? നമുക്ക് ക്രിസ്മസ് ബേസ് ആയിട്ടുള്ള കുറച്ച് ഹെയർ ബാൻഡ് ചെയ്ത് നോക്കാം. അപ്പം ഇന്ന് ഞാൻ ചെയ്തേക്കുന്ന ഹെയർ ബാൻഡ് റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ ഒരു ഫ്ലവർ ഹെയർ ബാൻഡാണ്. അപ്പം നമുക്കതിനൊരു സാറ്റിൻ ഹെയർ ബോ വേണം, റെഡും വൈറ്റും ഫ്ലവർ വേണം, ഫെൽറ്റ് ഷീറ്റ് വേണം, പിന്നെ ഗ്ലൂ വേണം. അപ്പം നമുക്ക് ഫെൽറ്റ് ഷീറ്റിൽ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തു. ഇനി അതേ അളവിൽ ഒരു റൗണ്ട് കൂടെ കട്ട് ചെയ്ത് 2 പീസ്. ഇനി നമുക്ക് ആ വൈറ്റ് ഫ്ലവർ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടല്ലോ, സെൻറ്ററിൽ നമ്മുടെ B7000 ഒട്ടി വരുമ്പോൾ ഇച്ചിരി താമസം വന്നാലും നന്നായിട്ട് ഒട്ടും. അപ്പോൾ അതാ നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് ആ ഒരു റൗണ്ട് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ അതേ അളവിൽ മറ്റേ റൗണ്ടും ചെറുതാക്കിയെടുത്തു. അപ്പം ചുമ്മാ അല്ല, നമ്മുടെ ആ ഫ്ലവർ ഫുള്ള് ഫില്ല് ചെയ്ത് വരുമ്പം വെളിയിൽ സ്പേസ് കാണും, അതിന് ഞാനത് കട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ബാക്കി റെഡ് ഫ്ലവർ നമ്മൾ ചുറ്റും ഒട്ടിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതാണ്ടേ, നമ്മൾ ചുറ്റും ഒരു 6 പീസ് ഫ്ലവർ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് സെറ്റായേനെ. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, പശയായതുകൊണ്ട് ഇച്ചിരി താമസം വരും. അപ്പം നമുക്കിനി മറ്റേ റൗണ്ട് ഇതിൽ കയറ്റാൻ വേണ്ടി നെടുകെ ഒന്ന് മടക്കിയിട്ട് 2 സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ആ കട്ടിനകത്തൂടെ നമ്മുടെ സാറ്റിൻ ബോ കയറ്റി വിടണം. അപ്പം ഞാൻ വർക്ക് ചെയ്ത് വെച്ച ഒരു ബോയാണ് ഇത്. അത് അതിനകത്തൊരു പശയുടെ നനവൊക്കെ തോന്നുന്നത്. അപ്പോൾ അതാണ്ട് നമ്മൾ എന്നിട്ട് ആ റൗണ്ടിൻ്റെ ചുറ്റും പശ തേച്ച് ആ സാറ്റിൻ ബോയുമായിട്ട് അത് ഫിക്സ് ചെയ്തു. എന്നിട്ട് ആ പശ തേച്ചതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫ്ലവറും കൂടെ അതിനകത്ത് സെറ്റാക്കി വെച്ചു. ഇതാണ്ട നമ്മുടെ ബോ റെഡിയായി. എന്ത് സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പം ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എങ്ങനെയുണ്ട്, നമുക്കിനി അടുത്തൊരു പുതിയ ഐറ്റവുമായിട്ട് വീണ്ടും കാണാം. അപ്പം ക്രിസ്മസിൻ്റെ പല ടൈപ്പിലുള്ള ബോസൊക്കെ നമുക്കിനി ഉണ്ടാക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ വരണേ. ബായ്.